രാവിലെ തന്നെ ഇവർ രണ്ടാളും കൂടെ, ഒരാളും കൂടി ഉണ്ട്, നമ്മുടെ റോക്കി മോനും ഉണ്ട് കേട്ടോ. അവൻ മുമ്പ് പോയി. ഇവരെവിടേക്കായി തോട്ടിയും കൈ പിടിച്ച് പോണേന്ന് നിങ്ങൾക്കറിയോ? ഹായ്, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണോ? ബിൻഷ ലൈഫ് വ്ലോഗിലെ മറ്റൊരു കുഞ്ഞു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നേ 3 ആൾ പോണ കണ്ടില്ലേ? നമ്മളവിടെ കണിക്കൊന്ന പൊട്ടിക്കാൻ പോകാൻ തന്നെ രാവിലെ തന്നെ പോയി പൊട്ടിച്ച് വെച്ചാലേ നമുക്ക് കണിക്കൊന്ന കിട്ടുള്ളൂ. അപ്പം നമ്മൾ കണിക്കൊന്ന പൊട്ടിക്കാൻ പോവാട്ടാ. എവിടെ വീണുന്ന് പറഞ്ഞേട്ടൻ? നേരത്തെ വിരിഞ്ഞു ഇപ്രാവശ്യം. പിന്നെ മഴ പെയ്തില്ലേ? അയ്യോ, അപ്പുറത്ത് വീണു. നമ്മൾ രാവിലെ തന്നെ എണീറ്റ വശം തന്നെ പൂ പൊട്ടിക്കാൻ പോയതായിട്ട്. അല്ലെങ്കിൽ നമുക്ക് പൂ കിട്ടില്ല. എല്ലാവരും ഒന്ന് പൂവൊക്കെ പറിച്ചുകൊണ്ട് പോകും. അപ്പം നമ്മൾ എണീറ്റ വശം തന്നെ പോയി പൂ പൊട്ടിച്ചിട്ട് വന്നു. നമുക്ക് കണി വെക്കാനുള്ള പൂവായി. നമുക്ക് വിഷുവിനുള്ള കണിക്കൊന്നയൊക്കെ കിട്ടിയിട്ടാ കണി വെക്കാനായിട്ട്. നമുക്ക് വിഷുവിന് കണിക്കൊന്ന മാത്രം മതിയോ? വിഷുവിന് ഇത്തിരി പലഹാരമൊക്കെ ഉണ്ടാക്കണ്ടേ നമുക്കപ്പോൾ? കുറച്ച് ഉണ്ണിയപ്പവും കുറച്ച് വെളിച്ചെണ്ണപ്പൊക്കെ ഉണ്ടാക്കണ്ടേ? അപ്പോൾ നമുക്കത് ഉണ്ടാക്കാനുള്ള പരിപാടിയൊക്കെ നോക്കാമല്ലേ? നമ്മളിപ്പോൾ ഇവിടെ 3/4 കിലോ ശർക്കരയാണ് എടുത്തേക്കണത്. വെളിച്ചെണ്ണപ്പം ഉണ്ടാക്കാനും പിന്നെ നമുക്ക് ഉണ്ണിയപ്പം കൂടി ഉണ്ടാക്കണം. അപ്പോൾ അതിനും കൂടിയുള്ള ശർക്കര ഞാൻ ഒരുമിച്ചാണ് ഉരുക്കാൻ വെക്കുന്നത് കേട്ടോ. അപ്പം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് അടപ്പത്ത് വെച്ച് ഉരുക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് അടപ്പത്ത് വെച്ച് ഉരുക്കിയെടുക്കാം. നമ്മളുടെ ശർക്കരയൊക്കെ അതേ അങ്ങനെ മെൽറ്റായി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. 2-3 പീസും കൂടെ മെൽറ്റ് ആവാനുണ്ട്. ഇതൊക്കെ മെൽറ്റായി വന്നതിന് ശേഷം നമുക്കിതൊന്ന് ചൂടാറാൻ വെക്കണം. ചൂടാറിയതിന് ശേഷം ഇത് അരിച്ചെടുത്തിട്ട് വേണം നമുക്ക് ഉപയോഗിക്കാനായിട്ട് കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ നെയ്യപ്പം ഉണ്ടാക്കാനായിട്ട് 5 ഗ്ലാസ് പച്ചരി കുതിർത്തി എടുത്തതാണ് കേട്ടോ. ഇത് ഞാൻ 4 മണിക്കൂർ മുമ്പ് കുതിർത്താൻ ഇട്ടിട്ടുണ്ടായിരുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ വെള്ളത്തിൽ നിന്ന് വാരി എടുത്തതാണ് കേട്ടോ. നിങ്ങൾ നെയ്യപ്പം ഉണ്ടാക്കാനായിട്ട് എടുക്കുമ്പോൾ 4 മണിക്കൂറെങ്കിലും മിനിമം കുതിർത്തി വെച്ചതിന് ശേഷമാണ് നമുക്ക് അരയ്ക്കാൻ എടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിതിനെ അരച്ചെടുക്കാം. ഇപ്പോൾ പച്ചരി അരച്ചെടുക്കാനായിട്ട് ഇപ്പോൾ ഞാൻ പകുതി പച്ചരിയാണ് ഇട്ട് എടുക്കണത്. 2 പ്രാവശ്യമായിട്ട് വേണം നമുക്കിത് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ പകുതി പച്ചരി മിക്സിയിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്കൊരു 3-4 ഏലക്കായ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കായ പൊടിച്ച് വേണമെങ്കിലും ചേർക്കാട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഏലക്കായ അങ്ങനെ തന്നെയാണ് ഇട്ട് കൊടുക്കണത്. നമുക്ക് ഏലക്കായ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ കയ്യിലിന് 2 കയ്യിൽ മൈദയാണ് കേട്ടോ ചേർത്ത് കൊടുക്കണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാനിവിടെ 2 കയ്യിൽ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ അടുത്തത് അരച്ചെടുക്കുമ്പോഴും ഇതുപോലെ ഏലക്കായും ഇട്ട് മൈദയും ഇട്ടിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക്. എന്നിട്ട് നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. നമ്മൾ നെയ്യപ്പത്തിനുള്ള മാവ് അരച്ചെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ തരിതരിപ്പോട് കൂടി വേണം നമുക്കിത് അരച്ചെടുക്കാനായിട്ട് കേട്ടോ. നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ബാക്കി പച്ചരിയും കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ കുറച്ച് ഏലക്കായും പിന്നെ നമ്മളുടെ മൈദ 2 ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ശർക്കര പാനിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. രണ്ടാമത്തെ മാവ് ഞാൻ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വെളിച്ചെണ്ണപ്പം ഉണ്ടാക്കാനുള്ള മാവൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്
ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഈ ഒരു പരുവത്തിനാണ് നമ്മുടെ മാവ് അരച്ചെടുത്തിട്ട് ഇത്രയും ലൂസ് ഉണ്ട് കേട്ടോ നമ്മുടെ മാവിന്. നമുക്കിനി ഇതൊരു 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കുറച്ച് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മളുടെ നെയ്യപ്പം ഉണ്ടാക്കാനുള്ള മാവിൽ ഇപ്പം ഞാൻ 2 നുള്ളു ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുത്തേണത്. ഒരുപാട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നെയ്യപ്പം കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കിതൊരു 4 മണിക്കൂർ മാവ് പുളിക്കാനായിട്ട് വെക്കണം. അപ്പോൾ നമുക്കിത് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് നെയ്യപ്പം ചുട്ടെടുക്കാം കേട്ടോ. നമ്മളുടെ ഉണ്ണിയപ്പത്തിനുള്ള പച്ചരി ഞാൻ 4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് വെള്ളത്തിൽ നിന്ന് വാരി എടുത്തിട്ടുള്ളതാണ്. നമുക്ക് 4 മണിക്കൂർ എന്തായാലും പച്ചരി കുതിർത്താൻ വെള്ളത്തിലിടണം കേട്ടോ. അപ്പം ഇനി നമുക്ക് ഉണ്ണിയപ്പത്തിനുള്ളത് അരച്ചെടുക്കാം. 2 പ്രാവശ്യമായിട്ടാണ് ഇപ്പം നമ്മൾ ഉണ്ണിയപ്പത്തിനുള്ള പച്ചരി അരച്ചെടുക്കാൻ പോണത് കേട്ടോ. ഉണ്ണിയപ്പത്തിന് അരയ്ക്കാനുള്ള പച്ചരിയിലേക്ക് 3 ഏലക്കായ ഇട്ട് കൊടുക്കാം. ഏലക്കായ പൊടി ആയാലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇപ്പം ഞാനിവിടെ ഏലക്കായാണ് ഇട്ട് കൊടുത്തേക്കണത്. നമ്മുടെ ഉണ്ണിയപ്പം അരയ്ക്കണേലേക്ക് നമുക്കിനി മെയിനായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് പാളയംകുടംപഴമാണ്. പാളയംകുടംപഴം ചേർക്കുമ്പോഴാണ് നമ്മുടെ ഉണ്ണിയപ്പത്തിന് ഒരു പ്രത്യേക മണവും ഒരു പ്രത്യേക ടേസ്റ്റൊക്കെ ഉണ്ടാവുക കേട്ടോ. അപ്പം നമുക്ക് 2 പ്രാവശ്യമായിട്ട് പച്ചരിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 5 പാളയംകുടംപഴമാണ് എടുത്തേക്കണത് കേട്ടോ. ഇതിൽ 3 പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്ത ട്രിപ്പ് നമുക്ക് 2 പഴം കൂടെ ചേർത്ത് കൊടുക്കുക. അതിൽ ഇനി നമുക്ക് നമ്മൾ ഉരുക്കി കരടൊക്കെ കളഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ ശർക്കര പാനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുത്തിട്ട് വരാട്ടാ. നമ്മുടെ ഉണ്ണിയപ്പത്തിനുള്ള മാവ് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ നമുക്കിനി ബാക്കിയുള്ള പച്ചരിയും കൂടെ അരച്ചെടുക്കട്ടെ കേട്ടോ. നമ്മുടെ ബാക്കിയുള്ള അരിയും കൂടെ ഞാൻ ഇതുപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ മാവിലത്തെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, 1 നുള്ള്. നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് അങ്ങ് കട്ടിയാവരുത് കേട്ടോ. നമ്മുടെ മാവ് ഒന്ന് ലൂസായിട്ട് കിട്ടണം. അങ്ങനെ ലൂസില്ലാന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ ശർക്കര നീരോ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ മാവ് കറക്റ്റായിട്ടാണ് ഇപ്പോൾ കിട്ടിയേക്കണത്. നമ്മളിനി 3-4 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് എടുക്കുമ്പോൾ കട്ടയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കിതിൽ ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഉപ്പൊക്കെ ചേർത്ത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നമുക്ക് ഒരുമിച്ച് നമ്മുടെ വെളിച്ചെണ്ണപ്പവും ചുട്ടെടുക്കാം, ഉണ്ണിയപ്പവും ചുട്ടെടുക്കാം അല്ലേ. അപ്പോൾ 4 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ. നമുക്ക് ഉണ്ണിയപ്പത്തിലും വെളിച്ചെണ്ണപ്പത്തിലേക്ക് ഇടാനുള്ള എള്ള് വറുത്തെടുക്കാം കേട്ടോ. നാളികേരക്കൊത്താണ് ശരിക്കും പറഞ്ഞാൽ ഇടേണ്ടത്. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ എള്ള് മാത്രമാണ് വറുത്തെടുക്കണത് കേട്ടോ. നമ്മൾ മാവ് കലക്കി വെച്ചിട്ട് 4 മണിക്കൂറൊക്കെ കഴിഞ്ഞു. നമുക്കിനി ഇതിലേക്ക് എള്ള് വറുത്തത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ നെയ്യിലാണ് എള്ള് വറുത്തേക്കണത്. നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എള്ളൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മാവിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. കറക്റ്റ് പാകമാണ്. ഈ ഒരു പാകത്തിന് വേണം നമ്മുടെ മാവിരിക്കാൻ കേട്ടോ. നമുക്ക് ഉണ്ണിയപ്പത്തിന് കലക്കി വെച്ചതും കറക്റ്റ് പാകത്തിനാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ട് എള്ളിട്ടതൊക്കെ ഇളക്കി കൊടുത്ത് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്കിനി ഇത് കറക്റ്റ് പാകത്തിനാണ് കിട്ടിയേക്കണം കേട്ടോ. ഇതേപോലെ നമുക്ക് കിട്ടണം. അപ്പോൾ നമുക്കിനി ഇത് ചുടാൻ നോക്കാം.
നമ്മുടെ ലൈറ്ററൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ വർക്ക് ചെയ്യാണ്ട് വരുമ്പോൾ കയ്യിലിട്ട് 2 അടി കൊടുത്തു കഴിഞ്ഞാൽ സെറ്റ് ആയിക്കോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ണിയപ്പത്തിനുള്ള ചട്ടിയും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണപ്പം ഉണ്ടാക്കണ്ടേ, അപ്പോൾ അതിന് ഞാനിവിടെ ചീഞ്ചട്ടിയാണ് കേട്ടോ വെച്ചേക്കണത്. ഇതിലത്തെ വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയിൽ മാത്രമാണ് ഉണ്ടാക്കണത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ചേർത്തൊക്കെ ഉണ്ടാക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണ മാത്രമാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിൽ കോരി ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് 1 തവി മാവ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മുടെ വെളിച്ചെണ്ണയിലേക്ക് ഒഴിച്ച് കഴിഞ്ഞൊരു 2 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നെയ്യപ്പം പൊന്തി വരും കേട്ടോ. പക്ഷെ നമ്മൾ അപ്പം തന്നെ അത് മറച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിലത്തെ മാവ് പൊട്ടി പുറത്തേക്ക് വരും. അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞിട്ടേ മറച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. നമുക്ക് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇത് പതുക്കെ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഉണ്ണിയപ്പത്തിനുള്ളത് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ മാവൊക്കെ വേർപ്പെട്ട് നമുക്കിങ്ങനെ വേർപ്പെട്ട് വരും. നമുക്ക് കുത്തിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഒക്കെ വേർപ്പെട്ട് വന്നിട്ടുണ്ട്. നല്ലതായിട്ട് പൊന്തി വന്നിട്ടുണ്ട് നമ്മുടെ ഉണ്ണിയപ്പം. നമുക്കിനിത് മറച്ചിട്ട് കൊടുക്കാം. നമ്മളിത് ചുട്ടെടുക്കുമ്പോൾ ഇത്തിരി സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. പക്ഷേ ഇരിക്കും തോറും ഇത് നന്നായിട്ട് മുറുകി വരും കേട്ടോ. നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പാട്ടത് കണ്ട. നമുക്ക് പൊട്ടിച്ചു നോക്കാം കേട്ടോ. 2 അടുപ്പിൽ ചൂടുമ്പോൾ നമ്മൾ കണ്ണൊന്നും തെറ്റിക്കഴിഞ്ഞാൽ കത്തിപ്പോട്ടാ. നല്ല ഇടി കൂടുന്നുണ്ട്, മഴ വരുന്നുണ്ട്. നമ്മുടെ അവിടെ വിഷുവായിട്ട് മഴയെന്നാ തോന്നണേ. മഴ പെയ്യട്ടെ, ചൂടൊക്കെ ഒന്ന് കുറയട്ടെ അല്ലേ. മഴ പെയ്തൊന്ന് തണുക്കട്ടെ. പാറക്കുട്ടിയും മുറ്റത്ത് ഇറങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഞാനിത് ഇട്ടിട്ട് പോയ കത്തി പോലെ ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തന്നേനെ.
മഴ വരുന്നുണ്ടെന്ന് പറഞ്ഞ ആള് ഭയങ്കര സന്തോഷത്തിലാണ്. കഴിച്ചോ കഴിച്ചോ. അപ്പോൾ നമ്മുടെ വിഷുവിനുള്ള വെളിച്ചെണ്ണ അപ്പം ദേ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് അല്ല അങ്ങനെ നമ്മുടെ വെളിച്ചെണ്ണ അപ്പോൾ അങ്ങനെ നമ്മുടെ വിഷുവിനുള്ള വെളിച്ചെണ്ണ അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഉണ്ണിയപ്പം നമ്മൾ ചുട്ടിട്ടില്ലേ, ഉണ്ണിക്കുട്ടൻ ദേ ഇവിടെ ഇരിക്കുന്നു കണ്ട. അങ്ങനെ നമ്മുടെ വിഷുവിനുള്ള വെളിച്ചെണ്ണ അപ്പം ദേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വിഷുവിന് ഇനി ആരും പലഹാരം ഉണ്ടാക്കിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട, അതേ വേണമെങ്കിൽ നമ്മുടെ കൂടെ പോരെ, നമ്മുടെ വെളിച്ചെണ്ണപ്പം കഴിക്കാം കേട്ടോ. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാ? വെളിച്ചെണ്ണപ്പം ഉണ്ണിയപ്പമൊക്കെ നിങ്ങൾ വിഷുവിന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്.